US ഫെഡ് പോളിസി മീറ്റിംഗ് ഔട്ട്കം വരാനിരിക്കെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.62%, S&P 1.07%, നാസ്ഡാക്ക് 1.71% ഇടിഞ്ഞു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കയിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിലും EV സ്റ്റോക്കുകളിലുമാണ് സെല്ലിംഗ് പ്രഷർ ശക്തമായത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടെക് ആൻഡ് IT സെക്ടറിലെ ഇന്ത്യൻ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. അമേരിക്കൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്നും 10%-ഓളം കറക്റ്റായി കറക്ഷൻ ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടാതെ ഏപ്രിൽ 2-ാം തീയതി വരെ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ അസ്ഥിരമായിരിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 325 പോയിന്റ് അല്ലെങ്കിൽ 1.45% ഉയർന്ന് 22,834 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ സെല്ലിങ്ങിന് ശേഷം 694 കോടി രൂപയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,534 കോടി രൂപയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 22,700, 22,800 തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന സപ്പോർട്ടും 23,000, 22,950 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബജാജ് ഓട്ടോ. രാജീവ് നയൻ രാഹുൽ കുമാർ ബജാജിനെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി അടുത്ത 5 വർഷത്തേക്ക് കൂടി കമ്പനി നിയമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഓട്ടോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. LIC എന്ന കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിലേക്ക് കടക്കും എന്നുള്ള സൂചന നൽകുകയും ഒരു പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ സിഗ്നിഫിക്കൻ്റ് സ്റ്റേക്കുകൾ അക്വയർ ചെയ്യും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് LIC എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. GR ഇൻഫ്ര പ്രൊജക്ട്സിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 4,263 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് NTPC എന്ന കമ്പനി 4,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കും നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ L&T എന്ന കമ്പനിയും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. നസാര ടെക്നോളജി അബ്സല്യൂട്ട് സ്പോർട്സിൻ്റെ 8.97%-ഓളം സ്റ്റേക്കുകൾ 69 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഗ്രാനുവൽസ് ഇന്ത്യയിലെ UK സബ്സിഡറി കമ്പനി വോളണ്ടിയർലി ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. മോർപ്പൻ ലാബ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. മോർപ്പൻ ലാബിൻ്റെ മെഡിക്കൽ ഇൻസ്ട്രുമെൻ്റ് ബിസിനസ്സിൻ്റെ പ്രവർത്തനം മോശമായതിനെ തുടർന്ന് മോർപ്പൻ മെഡിടെക് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ട്രാൻസ്ഫർ പാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ജൂപ്പിറ്റർ ഹോട്ടൽസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കാസിരംഗ ലാൻഡിൽ ഒരു 5-സ്റ്റാർ റിസോർട്ട് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജൂപ്പിറ്റർ ഹോട്ടൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സെൻ ടെക്നോളജിയുടെ T9 ടാങ്ക് സിമുലേറ്ററിന് 3ാമത്തെ പേറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു കണ്ടെയ്നറൈസ്ഡ് ഡ്രൈവിംഗ് സിമുലേറ്റർ സിസ്റ്റമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സെൻ ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. ഇനി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് മഹാരാഷ്ട്ര സീംലെസ്സിൻ്റെ പ്രൊമോട്ടർ 2.6 ലക്ഷം ഷെയറുകൾ അക്വയർ ചെയ്ത് കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസിൻ്റെ പ്രൊമോട്ടർ മാർച്ച് 17-ാം തീയതി 5,000 ഷെയറുകൾ അക്വയർ ചെയ്തു. സാഗർ സിമെൻറ്റ്സിൻ്റെ പ്രൊമോട്ടർ മാർച്ച് 13-ാം തീയതിയും 17-ാം തീയതിയും 6,250 ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. NCL ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടർ 2,600 ഷെയറുകൾ മാർച്ച് 17-ാം തീയതി അക്വയർ ചെയ്തു. പൂനെവാല ഫിൻകോർപ്പിൻ്റെ പ്രൊമോട്ടർ 2 ലക്ഷം ഷെയറുകൾ അക്വയർ നടത്തി. NRB ബിയറിംഗ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 5,600 ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്